വെൽക്കം ടു another brand new lesson here. ഓക്കെ, ഈ ഒരു ലെസൺ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റുഡൻറ്റിന്റെ റിക്വസ്റ്റ് പ്രകാരം ചെയ്യുന്നതാണ്. അപ്പോൾ സ്പെസിഫിക്കലി ഈ ഒരു ടോപ്പിക് വേണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് നമ്മൾ ചെയ്യും. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ ഭാഗം തന്നെയാണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ പ്രൈമറി മെത്തേഡ്സിന്റെ ഭാഗത്താണ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ നമുക്ക് ഡിസ്കഷന് വേണ്ടിയിട്ടുള്ളത് സിലബസ് പ്രകാരം. അപ്പോൾ അതിനകത്ത് മുറേ ജി റോസിന്റെ കോൺട്രിബ്യൂഷൻ ടു സോഷ്യൽ വർക്ക് ആൻഡ് കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ പ്രത്യേകിച്ചും അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ ബേസിക്കലി അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തിട്ടുള്ള പ്രോസസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു ലെസണിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആരായിരുന്നു മുറേ ജി റോസ്? ഇപ്പോൾ മുറേ ജി റോസ് ഒരു കനേഡിയൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കനേഡിയൻ സോഷ്യോളജിസ്റ്റ് ആണ്, അദ്ദേഹം ഒരു ഓതറാണ്, അദ്ദേഹം ഒരു അക്കാഡമിക് അഡ്മിനിസ്ട്രേറ്ററും കൂടിയായിരുന്നു. അത് മാത്രമല്ല, അദ്ദേഹം ഈ ടൊറന്റോ യോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഫൗണ്ടിങ് പ്രസിഡന്റും കൂടിയായിരുന്നു. ആൻഡ് ആ ഒരു റോളിൽ അദ്ദേഹം 1959 മുതൽ 1970 വരെ പ്രവർത്തിച്ചു. ആൻഡ് ജൂലൈ 20, 2000 അദ്ദേഹം അന്തരിക്കുന്ന സമയത്ത് 90 വയസ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കണക്കാക്കാൻ. ഓക്കെ, അപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ സോഷ്യൽ വർക്കിന്റെ ഫീൽഡില് അദ്ദേഹത്തിനെ ഒരു ഫൗണ്ടേഷണൽ ഫിഗർ ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്, പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷന്റെ കാര്യങ്ങൾ നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പം പ്രത്യേകിച്ചും നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്താ പറയേണ്ടത്, ഈ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ആ ഒരു മെത്തേഡിലേക്ക് ഒരുപാട് അധികം കോൺട്രിബ്യൂഷൻസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിന്റെ പ്രാക്ടീസിലും അതേപോലെ തന്നെ തിയറിയിലും അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. Now he introduced the process approach. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒന്ന് പ്രോസസ് അപ്രോച്ച് ആണ്, മറ്റൊന്ന് സ്പെസിഫിക് അപ്രോച്ച് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുകൂടാതെ ജനറൽ അപ്രോച്ച് ആൻഡ് എന്താ പറയേണ്ടത്, ഇത് ഒക്കെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട് അല്ലേ. അപ്പോൾ പ്രോസസ് അപ്രോച്ച്, സ്പെസിഫിക് അപ്രോച്ച് ആൻഡ് ജനറൽ അല്ലെങ്കിൽ ഒരു ജനറിക് അപ്രോച്ച് എന്ന് പറയും. അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് ഈ ഒരു അപ്രോച്ച് ഇതിന് ശരിയാകും എന്നുള്ളത്. ഓക്കെ, നമ്മൾ പ്രോസസ് അപ്രോച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇത് അഗെയിൻ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് തന്നെയാണ് സോഷ്യൽ വർക്കിലും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ. അപ്പൊ ഇതിനകത്ത് പ്രധാനപ്പെട്ട് പറയുന്നതെന്ന് പറഞ്ഞാല് ഈ ഫീൽഡ്സ്, അതായത് ഈ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെ നോക്കിയിരുന്നാലും അതിലെ ഓരോ ഘടകങ്ങളും അത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് അല്ല, അത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. ഈ ഒരു പ്രോസസ് അപ്രോച്ചിൽ അദ്ദേഹം പറയുന്ന ഇതാണ്, പ്രോസസ് അപ്രോച്ച് ഡൈനമിക് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണെന്ന് പറയുന്നതിന്റെ റീസൺ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇത് ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് അല്ല. ഈ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ആയാലും സോഷ്യൽ വർക്ക് ആയിരുന്നാലും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, പക്ഷെ എന്താണ്, ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്. ഈ ഓരോ സ്റ്റെപ്സും ഇന്റർ കണക്റ്റഡ് ആണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഈ ഒരു അപ്രോച്ച് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അപ്രോച്ച്, ഈ ഒരു പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സെൽഫ് അതിനകത്ത് തന്നെ പല കീ സ്റ്റേജസ് ഉണ്ട്. അപ്പോൾ ഓരോ സ്റ്റേജും എസെൻഷ്യൽ ആണ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റും ഇന്റർവെൻഷനും നടത്തുന്നത്. അപ്പൊ ഇവിടെ ഈ ഓരോ സ്റ്റേജസും ഡിഫൈൻ ചെയ്തേക്കുന്ന നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും താഴെ തട്ടിലുള്ള സ്റ്റേജ് അല്ലെങ്കിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. താഴെ തട്ടിൽ എന്ന് പറയുന്നതിന് പകരം ആദ്യത്തെ സ്റ്റേജ്, കാരണം ഓരോ സ്റ്റേജിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അപ്പം ആദ്യത്തെ സ്റ്റേജ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാൻ പറ്റൂ. അപ്പോൾ ഓരോ സ്റ്റേജും അടുത്ത സ്റ്റേജിന്റെ ഒരു ഫൗണ്ടേഷൻ ആയിട്ട് മാറുന്നു എന്നും നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പൊ ഇവിടെ നമ്മൾ പ്രോസസ് അപ്രോച്ചിന്റെ കാര്യമാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ കീ സ്റ്റേജസ് എന്ന് പറയുന്നത്? അപ്പം ഈ പ്രോസസ് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഒരു അസസ്മെന്റോട് കൂടി തന്നെയാണ്, ഒരു കൃത്യമായ ഒരു വിലയിരുത്തൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് അസസ് ചെയ്യുന്നത്, അതായത് ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ നീഡ്സ്, അപ്പൊ കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പൊ സോഷ്യൽ വർക്കിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ നീഡ്സ് എന്ന് പറയുന്നത്. ഇനി റിസോഴ്സസിന്റെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ റിസോഴ്സസ് പലപ്പോഴും കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിന് ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ഉപയോഗിക്കുക.
അപ്പൊ റിസോഴ്സസ് എന്ന് പറയുമ്പോൾ മാൻ പവർ റിസോഴ്സ് ആണ്, പൈസ റിസോഴ്സ് ആണ്, മറ്റനേകം ഘടകങ്ങൾ ഇതിനകത്ത് റിസോഴ്സ് ആയിട്ട് വരും. ഓക്കെ, ഒരു പക്ഷേ ഈ സോഷ്യൽ വർക്കിന്റെ എന്തെങ്കിലും ഒരു 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 ക്ലാസ് എടുക്കുന്ന സോഷ്യൽ വർക്ക് ആണെന്ന് കരുതുക. അപ്പൊ അതിന് ക്ലാസ് എടുക്കുന്നതിന് ഒരു സ്ഥലം വേണ്ടേ, ഒരു കമ്മ്യൂണിറ്റി ഹാളോ അങ്ങനെ എന്തെങ്കിലും വേണ്ട. അപ്പൊ അതും ഒരു റിസോഴ്സ് ആണ്. അപ്പോൾ ഈ കമ്മ്യൂണിറ്റി നീഡ്സ് മനസ്സിലാക്കുക, റിസോഴ്സസ്. അപ്പൊ റിസോഴ്സസ് നമ്മൾ പഠിക്കുന്നത് എന്തിനാണ്, എന്തൊക്കെ റിസോഴ്സസ് അവിടെ ലോക്കലായിട്ട് അവൈലബിൾ ആണ്. കാരണം ലോക്കലായിട്ടുള്ള അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ചെലവ് കുറഞ്ഞ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാർഗം. ആൻഡ് എന്തൊക്കെയാണ് ഇവിടെ വരുന്ന ചാലഞ്ചസ്, ഇവിടെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയേണ്ടത്, നമ്മൾ ഈ ഒരു പ്രോസസ് അപ്രോച്ച് അല്ലെങ്കിൽ ഈ ഒരു 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 സേവനം നൽകുന്നതിനകത്ത് എന്തൊക്കെയാണ് ഇവിടെ ഹേർഡിൽസ് ആയിട്ട് അല്ലെങ്കിൽ പ്രശ്നങ്ങളായിട്ട് വരാൻ പോകുന്നത്. ഈ പ്രശ്നങ്ങൾ എന്തൊക്കെ ആയിരിക്കും എന്ന് നേരത്തെ കൂട്ടി തീരുമാനിച്ചെങ്കിൽ മാത്രമല്ലേ ആ പ്രശ്നത്തിനൊരു പരിഹാരം നമുക്ക് കാണാൻ കഴിയുള്ളൂ. അപ്പൊ ഈ സ്റ്റേജിൽ പ്രധാനമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ഡേറ്റ വരും. അപ്പൊ ഇതെല്ലാം ഡേറ്റ അല്ലേ, ആ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങൾ എന്താണ്, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ട്, എന്തൊക്കെ ചാലഞ്ചസ് വരാം, ഇതെല്ലാം ഇൻഫർമേഷൻ അല്ലേ. അപ്പൊ ഇതെല്ലാം ഡേറ്റ ആണ്. ഈ ഡേറ്റ കളക്ട് ചെയ്യുക, എന്നിട്ട് ഈ ഡേറ്റയെ അനലൈസ് ചെയ്യണം, ഇതിനെ വീണ്ടും പഠിക്കണം, ഇതിനെ വീണ്ടും വിലയിരുത്തണം. എന്തിനാണ്, അത് നമുക്ക് വളരെ ഡീപ്പായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കോണ്ടെക്സ്റ്റിൽ, ആ ഒരു കമ്മ്യൂണിറ്റിയുടെ സാഹചര്യത്തിൽ ഈ കമ്മ്യൂണിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ കുറിച്ച് ഒരു വളരെ ഡീപ്പായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇവിടെ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിന്റെ, അതായത് അസസ്മെന്റ്, ആദ്യത്തെ സ്റ്റേജ്, അതിന്റെ പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് is to assess and ആ അസസ്മെന്റ് ചെയ്യുന്നത് is to identify the most pressing issues that need to be addressed. അപ്പോൾ മോസ്റ്റ് പ്രസ്സിംഗ് ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ അല്ലെങ്കിൽ പെട്ടെന്നൊരു പരിഹാരം അവർക്ക് കണ്ടെത്തേണ്ട പ്രശ്നങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം അവർ അഭിമുഖീകരിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത്. ആൻഡ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലാനിങ് സ്റ്റേജിൽ അസസ്മെന്റ് കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ പ്ലാനിങ്ങിലേക്ക് കടക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ അടുത്ത സ്റ്റേജ് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. കാരണം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി, അവിടെ എന്ത് റിസോഴ്സസ് ഉണ്ടെന്നറിയാം, ആ റിസോഴ്സസിനൊഴികെ പുറമേ നിന്ന് കൊണ്ടുവരേണ്ട റിസോഴ്സസ് എന്താണെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. ആൻഡ് എന്താ പറയേണ്ടത്, ഇനിയാണ് നമ്മളിത് പ്ലാൻ ചെയ്യാൻ പോകുന്നത്, എങ്ങനെ ഇത് പരിഹരിക്കാം. അപ്പൊ പ്രശ്നം എന്താണെന്ന് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്ന പരിഹാരത്തിന്റെ ഔട്ട്കം അല്ലെ, പ്രശ്ന പരിഹാരം എന്ന് പറയുന്നത് അത് തന്നെയല്ലേ ഇതിന്റെ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗോൾ ഡിഫൈൻ ചെയ്യണം പ്ലാനിങ് സ്റ്റേജിൽ. അപ്പോൾ ഗോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഗോൾ, ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, നമ്മൾ ഈ നടത്തുന്ന ഒരു പ്രവൃത്തിയിലൂടെ എന്തൊക്കെയാണ് ഇവിടെ നേടാൻ പോകുന്നത്, ആൻഡ് എന്തൊക്കെ മാർഗങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, അതിന് മെത്തേഡ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ള ഈ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ഗോൾസ്, എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ്, എന്തൊക്കെ മെത്തേഡ്സ് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും, എന്തൊക്കെ റിസോഴ്സസ് ഇവിടെ വേണ്ടി വരും ഈ പ്രശ്നം കംപ്ലീറ്റ് ആയിട്ട് പരിഹരിച്ചു പോകുന്നതിന് വേണ്ടി എന്നുള്ള ആ ഒരു പ്ലാൻ ആണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട പ്ലാനിങ് ഫേസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കൊളാബറേഷൻ ഇവിടെ നടത്തണം, ഒരു ക്ലോസ് കൊളാബറേഷൻ തന്നെ ഉണ്ടായിരിക്കണം ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങൾ ആയിട്ട്. അപ്പോൾ ആ കമ്മ്യൂണിറ്റിയിലെ അംഗങ്ങളെ എപ്പോഴും നമ്മൾ പറയാറില്ലേ, നമ്മൾ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ, ഈ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു പ്രവൃത്തിയുടെ ഉപഭോക്താക്കൾ ആരാണോ അതിന്റെ ബെനഫിഷ്യറീസ്, അവരെ കൂടെ നമ്മൾ ഈ ഒരു പ്ലാനിങ് സ്റ്റേജിൽ ഉൾപ്പെടുത്തണം. ഈ പ്ലാനിങ് സ്റ്റേജിൽ അവരെ കൂടെ ഉൾപ്പെടുത്തുമ്പോഴാണ് അവർക്ക് ഉള്ളിൽ നിന്ന് ആ ഒരു ബോധം അത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നും അവരും കൂടെ എടുത്ത തീരുമാനങ്ങളാണ്. അപ്പോഴതിൽ നിന്ന് പിന്നീട് അവർക്ക് മാറി നിൽക്കാനായിട്ട് കഴിയില്ല. മാത്രമല്ല, എൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്കല്ലേ ഏറ്റവും നല്ലതായിട്ട് അറിയാവുന്നത്. അപ്പൊ എൻ്റെ ആവശ്യം എനിക്ക് പ്രയോജനം വരുന്ന രീതിയിൽ തന്നെയാണോ പരിഹരിക്കപ്പെടുന്നത് എന്നുള്ള ഒരു ബോധ്യവും കൂടെ എനിക്കുണ്ടാകും. അപ്പോഴത്തന്നെയാണ് അതിലേക്ക് എനിക്ക് കൂടുതലൊരു എന്താ പറയണ്ടേ, ഒരു 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 ബന്ധം, ഒരു അടുപ്പം എനിക്കുണ്ടാകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് ആണ് ഇംപ്ലിമെന്റേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ എന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഒരു പ്ലാൻ, ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കി,
ഇനി ഇതിനെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തെടുക്കണം. അതായത് വി ഹാവ് ടു പുട്ട് ഇറ്റ് ടു ആക്ഷൻ. ഇതിനെ പ്രാവർത്തികമാക്കിയെടുക്കണം നമുക്ക്, അല്ലെ? അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ തുടക്കത്തിൽ ഐഡന്റിഫൈ ചെയ്ത റിസോഴ്സസ് ഉണ്ടല്ലോ, ആ ഒരു പ്ലാനിങ് സ്റ്റേജിൽ എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടെന്നും ഇനി എന്തൊക്കെ റിസോഴ്സസ് വേണ്ടി വരും എന്നുള്ളതെല്ലാം മനസ്സിലാക്കി ആ റിസോഴ്സസ് ഒക്കെ സ്വരുക്കൂട്ടി. അപ്പോൾ ഈ റിസോഴ്സസിന്റെ മൊബിലൈസേഷൻ, അപ്പൊ ഈ റിസോഴ്സസ് ഏറ്റവും അധികം വേണ്ടത് ഏത് ഭാഗത്താണോ ആ ഭാഗത്തേക്ക് ഈ റിസോഴ്സസ് അയക്കുക. അപ്പൊ പല ഗ്രൂപ്പായിട്ടായിരിക്കുമല്ലോ ഒരു സോഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഉണ്ടാകുന്നത്. കാരണം പല ഏരിയയിൽ സൈമിൾട്ടേനിയസ് ആയിട്ട് ഒരേ സമയത്ത് അവർക്ക് വർക്ക് ചെയ്യാം. അപ്പൊ ഈ പല ഗ്രൂപ്പിന്റെ എഫേർട്സിനെ കോർഡിനേറ്റ് ചെയ്യുക. ഓക്കെ, അത് ഈ ഇംപ്ലിമെന്റേഷന്റെ ഭാഗമായിട്ട് എല്ലാം പ്ലാൻ പ്രകാരം നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതാണ് പ്രധാനമായിട്ട്. അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് ഇത് മാനേജ് ചെയ്ത് കൊണ്ടുപോവുക, നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് ഉറപ്പ് വരുത്തണം. നോക്ക്, നമ്മൾ പലപ്പോഴും കടയിൽ സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ ലിസ്റ്റ് എഴുതിക്കൊണ്ട് പോകാറുണ്ട്, അല്ലേ? എന്നിട്ട് കടയിൽ ചെന്നിട്ട് നമ്മൾ ഈ ലിസ്റ്റ് തുറന്ന് നോക്കാറില്ല. കടയിൽ ചെന്ന് സ്പെസിഫിക്കലി സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ സൂപ്പർ മാർക്കറ്റിന്റെ ഒരു മൂലയിൽ നിന്ന് നമ്മളിങ്ങനെ നടന്നു തുടങ്ങും. ആ നടന്നു പോകുന്ന വഴിക്ക് നമ്മൾ കാണുന്ന എന്തെങ്കിലുമൊക്കെ അതിനകത്ത് നിന്ന് എടുക്കും. പിന്നെ തിരിച്ച് വീട്ടിൽ വന്ന് ആ ലിസ്റ്റുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ആ ലിസ്റ്റിലുള്ള പകുതി സാധനങ്ങൾ പോലും നമ്മൾ വാങ്ങിച്ച് കാണത്തില്ല. എന്നാൽ നമ്മൾ നമ്മളെ ബഡ്ജറ്റും കഴിഞ്ഞുള്ള സാധനവും മേടിച്ച് ലിസ്റ്റിലുള്ളതിന്റെ പകുതി പോലും നമ്മൾ മേടിച്ചിട്ടില്ല. അവിടെ നമ്മൾ പ്ലാനിൽ നമ്മൾ എന്താ പറയുക ഉറച്ചു നിന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എന്താ പറ്റിയേ? ഇൻ എഫക്റ്റ് നമ്മൾ കയ്യിൽ നിന്ന് കൂടുതൽ കാശ് ചെലവാക്കുകയും ചെയ്ത്, എന്നാൽ ആവശ്യമില്ലാത്ത കുറെ സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടെന്ന് ധരിച്ച് നമ്മൾ മേടിച്ചു കൊണ്ടുവരികയും ചെയ്ത്. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനാണ് ഈ ഇംപ്ലിമെന്റേഷന്റെ സമയത്ത് അതിന്റെ പ്രീവിയസ് സ്റ്റേജിൽ നമ്മൾ ചെയ്തു വെച്ച പ്ലാൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇംപ്ലിമെന്റേഷന് ഒരു കാലാവധി ഉണ്ടാകും. ചിലപ്പോൾ 6 മാസമായിരിക്കാം, 1 മാസമായിരിക്കാം, 10 ദിവസമായിരിക്കാം. അത് ആ പ്രോജക്റ്റിന്റെ വലിപ്പം അനുസരിച്ച് ആ ഇംപ്ലിമെന്റേഷന്റെ കാലാവധി. അപ്പം ആ ഒരു കാലാവധി ഏകദേശം വന്ന് അവസാനിക്കുന്ന അനുസരിച്ച് നമ്മൾ ഇവാലുവേഷൻ തുടങ്ങും. അടുത്ത സ്റ്റേജ് അതാണ് ഇവാലുവേഷൻ എന്ന് പറയുന്നത്. നോക്ക്, ഇതൊരു പ്രോസസ് അപ്രോച്ചിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്, അല്ലേ? ഒരു പ്രോസസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, എപ്പോഴും അതിനകത്ത് കൃത്യമായ സ്റ്റേജസും സ്റ്റെപ്സും ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു ഫോളോ ചെയ്ത് പോകുന്ന ഒരു സംഗതിയാണ് പ്രോസസ് എന്ന് പറയുന്നത്. സോ ഇവാലുവേഷൻ. അപ്പൊ ഇവാലുവേഷൻ നടത്തുന്നത് നമ്മുടെ ഈ ഇന്റർവെൻഷൻ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ പ്ലാൻ ചെയ്തത് പ്രകാരം ഉള്ള നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തോ, നമ്മുടെ ഗോൾസ് നമ്മൾ അച്ചീവ് ചെയ്തോ, ആ ഇന്റർവെൻഷന്റെ ഔട്ട്കം എന്താണ് എന്നുള്ളത്. അപ്പൊ ഈ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്തിട്ടുണ്ടോ, നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ ഒരു ഇമ്പാക്റ്റ് ആ കമ്മ്യൂണിറ്റിക്ക് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ, അവർക്ക് വേണ്ടത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെയുള്ളത്. മാത്രമല്ല ഈ ഒരു ഇവാലുവേഷൻ നമ്മൾ ഒന്ന് ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആയോ എന്നുള്ളത് മനസ്സിലാക്കാൻ ഉപയോഗിക്കും. അതോടൊപ്പം എന്തെങ്കിലും പാളിച്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മേലിൽ ഇനി വരാൻ പോകുന്ന പ്രോജക്റ്റിൽ അത് വരാതിരിക്കാനുള്ള, അതായത് അത് വരുത്താതിരിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തൽ, അല്ലെങ്കിൽ എങ്ങനെ അത് തടയാം എന്നുള്ള ഒരു പഠനവും കൂടിയാണ് ഈ ഒരു ഇവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ രണ്ടാണ് അതിന്റെ ഗുണങ്ങൾ. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് ഇതിനൊരു ടെർമിനേഷനും ഒരു ഫോളോ അപ്പും ഉണ്ട്. ഇതൊരു സോഷ്യൽ വർക്ക് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ സോഷ്യൽ വർക്ക് ഇതിനകത്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു പങ്കാളിത്തം ഇവിടെ വരുന്നുണ്ട്. ഒരുപാടധികം പൈസ ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഒരുപാടധികം റിസോഴ്സസ് ഇതിനു വേണ്ടിയിട്ട് ചെലവാക്കും. അപ്പൊ ഈ ടെർമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇപ്പൊ ഈ ആൾക്കാർ തങ്ങളിൽ ഒരു ബന്ധം വന്നു കഴിഞ്ഞല്ലേ, അപ്പൊ ഒരു ഫോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അവിടെ വന്ന് ഈ റിലേഷൻഷിപ്പ് ഇനി അവിടെ അവസാനിക്കണം. ആ ഒരു സോഷ്യൽ വർക്കറും അല്ലെങ്കിൽ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പും ആ ഒരു കമ്മ്യൂണിറ്റിയുമായിട്ടുള്ള ആ ഒരു ഒഫീഷ്യലി ടെർമിനേഷൻ. കാരണം അത് എന്നെന്നുള്ള കാലം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ആ കമ്മ്യൂണിറ്റിക്ക് വരരുത്. അപ്പോഴവർ ബോധ്യപ്പെടുത്തണം, യെസ്, ഞങ്ങൾ ചെയ്യാൻ വന്നത് ഞങ്ങൾ ചെയ്തു, ഇതിനി ഒഫീഷ്യലി ഇവിടെ അവസാനിച്ചിട്ടുണ്ട് എന്നുള്ളത്. പക്ഷെ അത് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇറ്റ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ടു എൻഷ്യൂർ ദാറ്റ് ദ കമ്മ്യൂണിറ്റി ക്യാൻ സസ്റ്റെയിൻ. സസ്റ്റെയിൻ എന്ന് പറയുമ്പോഴെന്താണ്, ആ ഒരു കമ്മ്യൂണിറ്റിക്ക് ഓക്കെ അവർക്കൊരു മെച്ചപ്പെട്ട ഒരു ജീവിത രീതിക്ക് വേണ്ടിയിട്ട് സോഷ്യൽ വർക്കർ ഇടപെട്ട് വർക്ക് അവിടെ ചെയ്യും. അപ്പൊ ഇനി ആ ഒരു കമ്മ്യൂണിറ്റിയെ അവിടെ എംപവർ ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയാണ്. കാരണം ഇനി സോഷ്യൽ വർക്കറുടെ സഹായം ഇല്ലാതെ
അവർക്ക് തനിയെ നിലനിന്ന് മുമ്പോട്ട് പോകാനായിട്ട് കഴിയണം എന്നുള്ളത്. അപ്പോഴതാണ് ആ ഒരു പോസിറ്റീവ് ചേഞ്ച് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ പലപ്പോഴും ഫോളോ അപ്പ് ഇവിടെ നെസസറി ആയിട്ട് വരും. അപ്പോൾ ആ കമ്മ്യൂണിറ്റി ഒരു പക്ഷേ ആ ഒരു കമ്മ്യൂണിറ്റി മീൻസ് അവരുടെ സ്വന്തം കാലിലെത്തിയതിനു ശേഷം പിന്നീടും ഇതിനെ തുടർന്ന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു നിശ്ചിത കാലത്തേക്ക് ഒരു ഫോളോ അപ്പ് അവർ തീരുമാനിക്കുന്നു. ചിലപ്പോൾ ഒരു വർഷത്തേക്കോ ഒരു 2 വർഷത്തേക്കോ ഒരു 3 മാസത്തിലൊരിക്കൽ ഇതിനൊരു ഫോളോ അപ്പ് നമ്മൾ നടത്തും എന്നുള്ള ആ ഒരു രീതി. ഓക്കെ, അപ്പൊ ഇതാണ് പ്രധാനമായിട്ടും നമ്മുടെ ഈ ഒരു പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നതിന്റെ ഒരു ഉള്ളടക്കം ഇതാണ്. അടുത്തത് നമുക്ക് സ്പെസിഫിക് അപ്രോച്ച് ആണ് നോക്കാനുള്ളത്. ഇതും ഇദ്ദേഹത്തിന്റെ ഒരു അപ്രോച്ച് തന്നെയാണ്. അപ്പൊ ഈ സ്പെസിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് ശരിക്കും ഇതിന്റെ പ്രധാന കീ ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഇടപെടൽ അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് ആണ്. ഇപ്പൊ ഒരു കമ്മ്യൂണിറ്റിയിൽ എന്താ പറയേണ്ടത്, ഒരു 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 പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇഷ്യൂ, ഒരു പക്ഷേ അതൊരു രോഗം പടരുന്നതിന്റെ ആകാം, ഇനി അതും അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ സാനിറ്റേഷൻ കൊടുക്കുന്നതിന്റെ ആകാം. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഇഷ്യൂ മാത്രം എടുത്തിട്ട് അതിനെ ഫോക്കസ് ചെയ്യുന്നതിനാണ് സ്പെസിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇവിടെ ഇതിന്റെ ഫോക്കസും ഇതിന്റെ ആ ഒരു കൃത്യതയും ഡിഫറെന്റ് ആണ്. നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പ്രോസസ് അപ്രോച്ച് പോലെയല്ല ഈ ഒരു സ്പെസിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഒരു പ്രോസസ് അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു പ്രോസസ്സ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സംഗതികൾ ഒരേ സമയത്ത് നമുക്ക് കൈകാര്യം ചെയ്യാം. പക്ഷെ സ്പെസിഫിക് അപ്രോച്ച് എന്ന് പറയുമ്പം എന്തെങ്കിലും ഒരു പ്രോബ്ലം ആ കമ്മ്യൂണിറ്റിക്ക് ഉള്ളത് എടുത്ത് അതിൽ ഫോക്കസ് ചെയ്ത് അതിനൊരു പരിഹാരം അവിടെ കണ്ടെത്തുന്നു എന്നുള്ളത്. അപ്പൊ ഇതിന്റെ പ്രധാന ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തത് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ അവിടെ വരുന്നത്. അപ്പൊ ഇന്റർവെൻഷൻ എന്താണെന്ന് നമുക്കറിയാം. ഈ സോഷ്യൽ വർക്കർ ഇടപെട്ട് അവർ ചെയ്യേണ്ട ഭാഗം അവർ ചെയ്യുന്നതിനെയാണ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ സ്പെസിഫിക് അപ്രോച്ച് ആക്ച്വലി ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു ഇഷ്യൂ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളത് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതാണ് ആ ഒരു ഇന്റർവെൻഷന്റെ തുടക്കം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഓരോ ഇന്റർവെൻഷൻസും അപ്പോഴാദ്യം ആ ഒരു ഇഷ്യൂ എന്താണെന്ന് അവർ ഐഡന്റിഫൈ ചെയ്ത് ഒരു പക്ഷേ ഒരു കമ്മ്യൂണിറ്റിയിൽ മൾട്ടിപ്പിൾ ഇഷ്യൂസ് ഉണ്ടെന്ന് കണക്കാക്കുക. അവർ ആദ്യം പരിഹരിക്കാൻ പോകുന്നത് ഏറ്റവും അർജന്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. ഓക്കെ, അപ്പൊ നമ്മൾ വേണമെങ്കിൽ ഇങ്ങനെ നോക്കിയേ, ഒരു റൂറൽ ഏരിയയിലുള്ള ഒരു ഗ്രാമപ്രദേശത്തുള്ള ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയാം. അപ്പൊ ഇവർ കൂടുതലും കർഷകരാണെന്ന് പറയാം. ആൻഡ് ഇവർക്ക് എന്താ പറയേണ്ടത്, അവരുടെ കൃഷി ഈ അടുത്തിടെയായിട്ട് അവരുടെ കൃഷി വിചാരിച്ച അത്ര ഒരു ഈൽഡ് അവർക്ക് കിട്ടുന്നില്ല. അവർക്കൊരു പക്ഷേ എന്താ പറയേണ്ടത്, പച്ചക്കറി കൃഷിയുണ്ടെന്ന് കണക്കാക്കുക, അവർക്ക് മറ്റ് മൃഗങ്ങളും അവർ വളർത്തുന്നുണ്ടെന്ന് കണക്കാക്കുക. അപ്പൊ ഈ മൃഗങ്ങള് അതിന് രോഗം വരുന്ന്, അസുഖം വരുന്ന്, അത് ഒരു പക്ഷേ എന്താ പറയണ്ട വിചാരിച്ചതുപോലെ പ്രൊഡക്റ്റ് ആകുന്നില്ല, മരിച്ചു പോകുന്നു, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, അതേപോലെ കൃഷി നശിക്കുന്നു. അപ്പൊ ഇതൊരു ഇമീഡിയറ്റ് അറ്റൻഷൻ വേണ്ട ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്, അല്ലേ ഇത്? അപ്പോ ഇതിന് പെട്ടെന്ന് നമുക്കൊരു പരിഹാരം കണ്ടെത്തുകയും വേണം. അപ്പൊ അതാണ് ഓക്കെ, ഇവരുടെ കൃഷി നശിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രോബ്ലം. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഇന്റർവെൻഷൻ അല്ലെങ്കിൽ അതിന്റെ ഇടപെടൽ, അതിന് ഏത് രീതിയിൽ അതിന് നടപടി എടുക്കുന്നു എന്നുള്ളത് ഈ ഒരു സ്പെസിഫിക് ഇഷ്യൂ പരിഹരിക്കാനായിട്ട് വേണ്ടിയിട്ട് മാത്രം ഉള്ളതായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ മൃഗങ്ങൾ ചത്തൊടുങ്ങുന്നു എന്നുള്ള ആ ഒരു പ്രശ്നം വരുവാണെന്നുണ്ടെങ്കിൽ അതിന് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് കാരണം, എന്ത് രോഗമാണ് അവിടെ വരുന്നത് എന്നുള്ളത് അവർക്ക് കണ്ടെത്താം, അല്ലെ? എന്നിട്ട് ഒരു പക്ഷേ മൃഗസംരക്ഷണ വകുപ്പുമായിട്ടോ അല്ലെങ്കിൽ കൃഷി വകുപ്പുമായിട്ടോ ഒക്കെ ചേർന്ന് മൃഗങ്ങൾക്ക് ഒരു 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 കൂട്ടായ ഒരു ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന ഒരു പ്രോഗ്രാം വേണമെങ്കിൽ അവർക്ക് അവിടെ കൊണ്ടുവരാവുന്നതാണ്. ഇനി മറ്റൊരു എക്സാമ്പിളിലേക്ക് നോക്കിയേ, യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള പ്രശ്നം തന്നെയാണെന്ന് കണക്കാക്കുക. യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ് പല കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്ന്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടുവരാം. ഒന്ന്, ഈ യൂത്തിന് ആവശ്യമായ ജോബ് ട്രെയിനിങ് ഇല്ലാത്തതുകൊണ്ട്, അവർക്ക് ആവശ്യമായ സ്കിൽസ് ഇല്ലാത്തത് കൊണ്ട് അവർക്ക് എംപ്ലോയ്മെന്റ് കിട്ടുന്നില്ല എന്ന് പറയാം. നമ്മൾ ലെറ്റ്സ് അസ്യൂം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ സ്കിൽസ് ആണ് ഇവർക്ക് ഇല്ലാത്തത്. അപ്പൊ പെട്ടെന്ന് ഇവർക്ക് ജോബ് സ്കിൽസ് പകർന്നു കൊടുക്കാനുള്ള ആ മാർഗം ഇവർക്ക് കണ്ടെത്താം. അതാണ് ഫോക്കസ്ഡ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്.
രണ്ടാമത്തെ ഒരു കീ ഫീച്ചർ എന്ന് പറയുന്നത് ടൈലേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് അല്ലെങ്കിൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് എന്നുള്ളതാണ്. സ്ട്രാറ്റജീസ് ആയിരുന്നാലും പ്രോഗ്രാംസ് ആയിരുന്നാലും ഇത് കസ്റ്റമൈസ്ഡ് ആയിരിക്കും. ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആ ഒരു ആവശ്യം എന്താണോ ആ ഒരു ആവശ്യം പരിഹരിക്കുന്നതിന് അല്ലെങ്കിൽ നിറവേറ്റുന്നതിന് വേണ്ടി. അപ്പൊ പലപ്പോഴും ഇത് സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും ആൻഡ് അത് ആ ഒരു ഇഷ്യൂവുമായിട്ട് ഡയറക്ട്ലി റിലേറ്റഡ് ആയിരിക്കും. അങ്ങനെയാണ് അവിടെ ഒരു റെലവൻസും ഒരു എഫക്റ്റീവ്നെസ്സും ഉണ്ട് എന്ന് ഉറപ്പുവരുത്താം. ഓക്കെ, ഇപ്പം മൃഗങ്ങൾക്ക് രോഗം വരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ മൃഗങ്ങളുടെ രോഗം മാറ്റാനായിട്ട് ഇമീഡിയറ്റ് ആയിട്ട് വേണ്ടത് എന്താണ്? ആ മൃഗങ്ങൾക്ക് മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഇമീഡിയറ്റ് വേണ്ടത്. അപ്പൊ ഇവരുടെ ഫോക്കസ് മുഴുവനും അതിന് മരുന്ന് കൊടുക്കുക എന്നുള്ളത്. പിന്നീടായിരിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടായിരിക്കും അതെന്തുകൊണ്ട് ഈ രോഗം വന്നു എന്നുള്ളത് പോലും നോക്കുന്നത്. ആ ഒരു ഡിഫറൻസ് മനസ്സിലായോ? അപ്പൊ നമ്മളിവിടെ ഒരു പ്രോസസ് അപ്രോച്ച് എടുക്കുവാണെന്ന് ഇതിനൊന്ന് കണക്കാക്കുക. ഈ മൃഗങ്ങൾക്ക് രോഗം വന്ന് ആ ഒരു പ്രോസസ് അപ്രോച്ചിനകത്ത് അതിന്റെ ആ ഒരു പഠനവും പ്ലാനിങ്ങും ഒക്കെ കഴിഞ്ഞു വരുമ്പോഴത്തേക്ക് മിക്കവാറും അവിടെയുള്ള എല്ലാ മൃഗങ്ങളും മരിച്ചു കഴിഞ്ഞു. അപ്പൊ അത് തടയാനായിട്ടാണ് നമ്മൾ ഈ സ്പെസിഫിക് അപ്രോച്ച് എടുക്കുന്നത്. കാരണം ഇത് ക്വിക്കറാണ്, ഫാസ്റ്റർ ആണ് ആൻഡ് പെട്ടെന്ന് ഒരു പരിഹാരം ആ സ്പെസിഫിക് പ്രോബ്ലത്തിനുള്ള ആ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത്. ആൻഡ് ഇത് ഔട്ട്കം ഓറിയന്റഡ് ആണ്. അപ്പോൾ എന്താ പറയേണ്ടത്? ഈ ഒരു സ്പെസിഫിക് അപ്രോച്ച് എന്ന് പറയുന്നത് ടിപ്പിക്കലി അതിന് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഗോൾ. അപ്പൊ ഇവിടുത്തെ ഗോൾ എന്ന് പറഞ്ഞാൽ ആ ഒരു രോഗലക്ഷണം ഇല്ലാതാക്കുക എന്നുള്ളതല്ല, ആ ബാക്കിയുള്ള മൃഗങ്ങളെങ്കിലും രക്ഷിച്ച് അവരെ മരണത്തിൽ നിന്ന് രക്ഷിക്കുക. അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് അവിടെ ഉണ്ടാകും, മെഷറബിൾ ആയിട്ടുള്ള ഔട്ട്കം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം അൺഎംപ്ലോയ്മെന്റിന്റെ കേസിൽ നമുക്ക് എണ്ണാം അല്ലേ എത്ര പേർക്ക് ജോലി ഇല്ല, ആൻഡ് അവരുടെ ആ ഒരു ജോബ് ട്രെയിനിങ്ങിന് ശേഷം എത്ര പേർക്ക് ജോലി കിട്ടി. അതേപോലെ നമുക്ക് എണ്ണാം അവരുടെ ഇടപെടലിന് മുന്നേ എത്ര മൃഗങ്ങൾക്ക് ഈ രോഗം ബാധിച്ചു, എത്ര എണ്ണം മരിച്ചു, അവരിടപെട്ട് മരുന്ന് കൊടുത്തതിന് ശേഷം എത്ര എണ്ണം മരിച്ചു, ആ മരണസംഖ്യ കുറഞ്ഞോ, മരണസംഖ്യ നിന്നോ, ഇപ്പൊ അത് മരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അല്ലെ. അപ്പൊ അതാണ് ഔട്ട്കം ഓറിയന്റഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഈസ് ദി ജനറൽ അപ്രോച്ച്. അപ്പൊ ഈ ജനറൽ അപ്രോച്ച് ദിസ് ഇസ് ഇൻ കോൺട്രാസ്റ്റ് ടു ദ സ്പെസിഫിക് അപ്രോച്ച്. അപ്പൊ സ്പെസിഫിക് അപ്രോച്ച് നമുക്ക് മനസ്സിലായല്ലോ, ആ ഒരു രോഗം മാറ്റുക, അതൊരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തത്. ജനറൽ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ജനറൽ നമുക്കറിയാം അല്ലെ, പ്രത്യേകിച്ചൊന്നിലും അവിടെ ഫോക്കസ് വരുന്നില്ല. കുറെ കൂടെ ഒരു ബ്രോഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് എടുക്കുന്നത് മേ ബി ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആ ഒരു ഏരിയയിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അപ്രോച്ച് എന്ന് പറയുന്നത് ശരിക്കും റോസിന്റെ ഒരു അഭിപ്രായത്തില് മൾട്ടിപ്പിൾ ഇഷ്യൂസിനെ ഒരേ സമയത്ത് അഡ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് ഓൾറെഡി അറിയാം, നേരത്തെ നമ്മൾ പറഞ്ഞ ആ മൃഗങ്ങൾ മരിച്ചു പോകുന്ന സംഭവം എടുക്കുക. അപ്പൊ മൃഗങ്ങൾ മരിച്ചു പോവുക എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ ഒരു രോഗം അവിടെ വന്നിട്ടുണ്ട്, ആ രോഗം വന്നതിന്റെ വഴി കണ്ടെത്തണം, ആ രോഗം എങ്ങനെ തുടങ്ങിയെന്നുള്ളത് തടയണം, നിലവിലുള്ള മൃഗങ്ങളെ രക്ഷിക്കണം, ഇനി ആ രോഗം വരാതിരിക്കാനുള്ളത് നോക്കണം അല്ലെ. അപ്പോ ഇവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇഷ്യൂസ് ഇവിടെയുണ്ട്. ആ ഒരു പ്രശ്നം മൊത്തം പരിഹരിക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു അപ്രോച്ചാണ് ആ ഒരു ജനറൽ അപ്രോച്ച് എന്ന് പറയുന്നത്. എന്നാൽ ഈ മൾട്ടിപ്പിൾ ഇഷ്യൂസ് എന്ന് പറയുന്നത് എല്ലാം ആ ഒരു കമ്മ്യൂണിറ്റിയുടെ വെൽബീയിങ്ങിനുള്ള ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. അപ്പം പച്ചക്കറി ചെടികളെ രക്ഷിക്കുന്നത് ഒരു സ്പെസിഫിക് അപ്രോച്ച് എടുക്കണം, മൃഗങ്ങളെ രക്ഷിക്കുന്നതിന് മറ്റൊരു സ്പെസിഫിക് അപ്രോച്ച് എടുക്കണം. എന്നാൽ ഇവരുടെ ഈ പ്രശ്നം മൊത്തം പരിഹരിക്കുന്നതിന് ഒരു ജനറൽ അപ്രോച്ചും എടുക്കാം. ഒരു ജനറൽ അപ്രോച്ചിനകത്ത് ഇത് മൊത്തവും കൊണ്ടുവരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ജനറൽ അപ്രോച്ചിന്റെ കീ എലിമെന്റ്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ആദ്യത്തേത് ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവ് അവിടെ ഉണ്ടാകുന്നു. അപ്പൊ ഈ ജനറൽ അപ്രോച്ചിനകത്ത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഫാക്ടേഴ്സ് ആണ് അവരിവിടെ കണക്കിലെടുക്കുന്നത്. ഓക്കെ, ഒരു കമ്മ്യൂണിറ്റിയെ എന്തൊക്കെ ഫാക്ടേഴ്സിന് എഫക്ട് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം അവിടെ എടുക്കും. അപ്പൊ എക്കണോമിക് എടുക്കും, സോഷ്യൽ എടുക്കും, കൾച്ചറൽ എടുക്കും, ആൻഡ് പാരിസ്ഥിതിക ഇഷ്യൂസ്, എൻവയറമെന്റൽ ഇഷ്യൂസ്, ഇതെല്ലാം ഒരുമിച്ച് എടുത്ത് കൈകാര്യം ചെയ്യും. അപ്പോൾ ഒരു സിംഗിൾ സ്പെസിഫിക് ഇഷ്യൂവിൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോക്കസ് ഇവിടെ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇവിടെ വേണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ജനറൽ അപ്രോച്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള
ഒരു ലാർജ് സ്കെയിൽ പ്ലാനിങ് വേണം അല്ലേ? വളരെ ബ്രോഡായിട്ടുള്ള സ്ട്രാറ്റജീസ് ഇവിടെ വേണം. കാരണം ഒന്നിലധികം ഇഷ്യൂസ് ഇവിടെ ഒരേ സമയം പരിഹരിക്കാൻ പോവുകയാണ്. സൈമൾട്ടേനിയസ്ലി മൾട്ടിപ്പിൾ ഇഷ്യൂസ് എന്നുള്ളത്. അപ്പോൾ ഒരുപക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ്സ് ഉണ്ടാകാം. ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന് ആ ഒരു കമ്മ്യൂണിറ്റി താമസിക്കുന്ന സ്ഥലത്തുള്ള റോഡുകൾ വേണം. അതൊരു ഗ്രാമപ്രദേശമാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് എന്താ പറയണ്ട, സിറ്റിയിലായിരിക്കുമല്ലോ കൂടുതലും കൊണ്ട് വിൽക്കുന്നത്. അവിടെ കൊണ്ടുപോകുന്നതിന് അവർക്ക് വഴി. ഒരു പാലം ഇല്ലെങ്കിൽ പാലം വേണം. അപ്പോൾ ഒരു പക്ഷേ പോളിസീസിൽ മാറ്റം വരുത്തേണ്ടതായിട്ട് വരും ആ ഒരു കമ്മ്യൂണിറ്റിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്. ഇനി ആ ഒരു കമ്മ്യൂണിറ്റിയിലെ ജനതയെ മുഴുവൻ എന്തെങ്കിലും ഒരു അവയർനെസ് കൊടുത്ത് ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ നടത്തേണ്ടതായിട്ട് വരും, അവരുടെ ആ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എൻഹാൻസ് ചെയ്ത് കൊണ്ടുവരുന്നതിന്. അപ്പൊ ഇതെല്ലാം ഒരുമിച്ച് ചെയ്യേണ്ടിയ ചില കാര്യങ്ങൾ അവിടെ ഉണ്ട് അല്ലെ? അതാണ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് എന്ന് പറയുന്നത്. ആൻഡ് മറ്റൊന്ന് ഇൻക്ലൂസീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുന്നത് അല്ലെ? സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സാണ്. അപ്പൊ ആരൊക്കെ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ്? ആ കമ്മ്യൂണിറ്റിയിൽ ജീവിക്കുന്ന മനുഷ്യർ, അവരാണ് അവിടുത്തെ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സ്. പിന്നെ ഈ സോഷ്യൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആൾക്കാരും മറ്റൊരു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി ഗവൺമെന്റ് ഒരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഒരുപക്ഷെ പഞ്ചായത്ത് തലത്തിലുള്ള ഇടപെടൽ നടക്കുന്നുണ്ടെങ്കിൽ അവരൊരു സ്റ്റേക്ക് ഹോൾഡർ ആണ്. ഇനി എന്തെങ്കിലും ബിസിനസ്സുകാർ ഇതിനകത്ത് ഇടപെടുന്നു, അവരുടെ CSR, അവരുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായിട്ട് അവരെന്തെങ്കിലും ഇടപെട്ട് സഹായങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാണ്. അപ്പോൾ അവരും അവിടെ ഒരു സ്റ്റേക്ക് ഹോൾഡർ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇൻക്ലൂസീവ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പം ഇത്തരത്തിലുള്ള എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും അതായത് ഇതിന്റെ പ്ലാനിങ്ങിലും ഇംപ്ലിമെന്റേഷനിലും പങ്കാളികളാകണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് വരും, ലോക്കൽ ലീഡേഴ്സ് ഉണ്ടാകും, ഗവൺമെന്റ് ഏജൻസീസ് ഉണ്ടാകും, മറ്റനേകം ഓർഗനൈസേഷൻസ്, ഒരു പക്ഷേ NGOs ആകാം, അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ് അവിടെ വരും. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ നടക്കണം എന്നാണ്. ആൻഡ് മറ്റൊന്ന്, അതായത് ഈ ഒരു ജനറൽ അപ്രോച്ചിനെ ഏറ്റവും വ്യത്യസ്തമാക്കുന്നത് ഇതാണ്, ലോങ് ടേം ഫോക്കസ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു സമൂഹത്തെ മുഴുവൻ പല ഏരിയയിൽ അവരെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുവരുന്നതിന് ഒരു സിംഗിൾ ഇന്റർവെൻഷൻ കൊണ്ടോ ഒരുപക്ഷെ ഒരു ഷോർട്ട് ടേം ഇന്റർവെൻഷൻ കൊണ്ടോ അത് നടക്കില്ല. അപ്പൊ ഇവിടെ ഒരു ലോങ് ടേമിന്റെ ഒരു ഫോക്കസ് ആണ് വേണ്ടത്. അപ്പൊ ഒരു ലോങ് ടേം ചേഞ്ച് ആണ് എപ്പോഴും ജനറൽ അപ്രോച്ച് എടുക്കുമ്പോഴത്തേക്ക് ഒരു ലോങ് ടേം ചേഞ്ച് വരാൻ, അല്ലെങ്കിൽ കുറെ സമയമെടുത്ത് ചേഞ്ച് വരാൻ സാധ്യതയുള്ള പ്രോജക്റ്റിനാണ് ഇത് വരുന്നത്. ഇമീഡിയറ്റ് റിസൾട്ട് കിട്ടുന്നതിന് ജനറൽ അപ്രോച്ച് എടുക്കില്ല എന്നുള്ളതാണ്. ആ ഒരു കമ്മ്യൂണിറ്റിയുടെ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ മൊത്തത്തിലുള്ള അവരുടെ ആ ഒരു കപ്പാസിറ്റി ബിൽഡ് ചെയ്ത് അവർക്ക് സസ്റ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകത്തക്ക രീതിയിൽ ഉള്ള ആ ഒരു ചേഞ്ചസ്. വിദ്യാഭ്യാസത്തിന്റെ ലെവല് കുറവുള്ള ഒരു സമൂഹമാണെന്ന് കണക്കാക്കുക. അപ്പോ ആ ഒരു സമൂഹത്തിനെ എങ്ങനെ പഠിപ്പിച്ചു തുടങ്ങണം? 1ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു തുടങ്ങണം അല്ലെ? അപ്പോൾ എല്ലാവർക്കും ഒരുപക്ഷെ മുതിർന്നവരൊന്നും 1ാം ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകില്ല. അപ്പൊ അവരുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് പിന്നെ എടുത്ത് അവരെ പഠിപ്പിച്ചു തുടങ്ങിയാണ് അവര് 10ാം ക്ലാസ് ആകാൻ 10 വർഷം എടുക്കും അല്ലെ? അവര് ഒരു ഡിഗ്രിയൊക്കെ ചെയ്ത് അല്ലെങ്കിൽ ഒരു 12ാം ക്ലാസ് കഴിഞ്ഞ് അവരൊരു ജോലിക്ക് പ്രാപ്തരാകാനായിട്ട് അപ്പോ അവർ ആ ഒരു കമ്മ്യൂണിറ്റി സർവീസ് തുടങ്ങി 10, 12, 15 വർഷം കഴിയുമ്പോഴാണ് ഒരു പക്ഷേ ആ ഒരു രീതിയിൽ അവർ വിചാരിക്കുന്നത് പോലെ ഒരു ചേഞ്ച് ഇവിടെ കാണാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഈ ലോങ് ടേം ഫോക്കസിന്റെ. ഓക്കെ, അപ്പൊ ബേസിക്കലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മുറയുടെ കോൺട്രിബ്യൂഷൻസ് ഈ ഒരു സോഷ്യൽ വർക്ക് പ്രത്യേകിച്ചും കമ്മ്യൂണിറ്റി ഓർഗനൈസേഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയണ്ടേ, അദ്ദേഹത്തിന്റെ ഈ ഒരു അപ്രോച്ചസ് എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ ഒരു കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് എന്താണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി അല്ലെ? അപ്പോ ഈ ഡിസ്കഷനിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം എങ്ങനെയാണ് ഈ ഇന്റർവെൻഷൻസ് അല്ലെങ്കിൽ സോഷ്യൽ വർക്കേഴ്സിന്റെ ഈ ഇടപെടൽ എന്ന് പറയുന്നത് എന്തുമാത്രം കൃത്യമായിട്ട് പ്ലാനിങ് ഉള്ളതാണ്, അത് കൃത്യമായിട്ട് അത് നടപ്പിലാക്കി എടുക്കണം, ആൻഡ് കൃത്യതയോടുകൂടി അതിന്റെ ഇവാലുവേഷനും നടക്കണം എന്നുള്ളത്.
ഇപ്പൊ സ്പെസിഫിക് അപ്രോച്ച് എപ്പോഴും ഒരു ടാർഗറ്റഡ് ആയിട്ടാണ് വരുന്നത്, ഔട്ട്കം ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ ആണ്. എന്നാൽ ജനറൽ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് കുറെ കൂടെ ബ്രോഡർ ആയിട്ട് ഒരു ഹോളിസ്റ്റിക് സ്ട്രാറ്റജി ആണല്ലേ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ കംപ്ലീറ്റ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്. അവിടെ ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് നോക്കിയാലോ. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇനി മറ്റൊരു സംഗതി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പുതിയ സിലബസ് പ്രകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പെസിഫിക്കലി ഈ അപ്രോച്ചസിന്റെ കാര്യം പുതിയ സിലബസിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ പ്രോസസ്സസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പഠിക്കണം. അപ്പൊ അതിന്റെ ആ ഒരു എന്താ പറയണ്ട പ്രിൻസിപ്പിൾസ് പഠിക്കണം, പ്രോസസ്സസ് പഠിക്കണം. അപ്പൊ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഒരു പക്ഷെ നമുക്ക് അപ്രോച്ചസിനെ കാണാം എന്നുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ എടുത്ത് സ്പെസിഫിക് ആയിട്ട് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. മാത്രമല്ല ഇത് നമ്മുടെ സ്റ്റുഡൻസിന്റെ സ്പെഷ്യൽ റിക്വസ്റ്റോട് കൂടി ചെയ്തതാണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ഇതാണ്. Which of the following is a key element in the process approach introduced by Murray G. Ross? ഏതാണ്? ജനറലൈസേഷൻ ആണോ, അസസ്മെന്റ് ആണോ, ഇമീഡിയറ്റ് ആക്ഷൻ ആണോ, സിംഗുലർ ഫോക്കസ് ആണോ? ഇപ്പൊ പ്രോസസ് അപ്രോച്ചിൽ അദ്ദേഹം പ്രത്യേകിച്ച് പറഞ്ഞത് എന്താണ്? ഇപ്പൊ പ്രോസസ് അപ്രോച്ചിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് തുടങ്ങുന്നത് എങ്ങനെയാണ്? ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് കൊണ്ടാണ് അത് തുടങ്ങുന്നത് അല്ലേ. ആ കമ്മ്യൂണിറ്റിയുടെ നീഡ്സ് എന്താണ്, റിസോഴ്സസ് എന്തുണ്ട്, ചാലഞ്ചസ് എന്തൊക്കെയാണ്. അപ്പോ എന്താ പറയേണ്ടത്? അസസ്മെന്റ് തന്നെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കീ എലിമെന്റ് എന്ന് നമുക്ക് ഇവിടെ പറയാം. മറ്റ് എലിമെന്റ്സ് ഒക്കെ മറ്റ് എന്താ പറയേണ്ടത് മെത്തേഡ്സ് നിന്ന് വരുന്നതാണ് അല്ലെ, അല്ലെങ്കിൽ അപ്രോച്ചസ് നിന്ന് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ സ്പെസിഫിക് അപ്രോച്ച് ഇന്റർവെൻഷൻസ് ആർ ടിപ്പിക്കലി, സ്പെസിഫിക് അപ്രോച്ചിൽ ഇന്റർവെൻഷൻസ് ഏത് തരം ആണെന്നാണ് ഇവിടെ ചോദ്യം. സ്പെസിഫിക് അപ്രോച്ച് ജനറൽ ആൻഡ് ബ്രോഡ് ബേസ്ഡ് ആണോ, ഫോക്കസ്ഡ് ആൻഡ് ടാർഗറ്റഡ് ടുവേർഡ് സ്പെസിഫിക് ഇഷ്യൂസ് ആണോ, ഡിസൈൻ വിത്തൗട്ട് കമ്മ്യൂണിറ്റി ഇൻപുട്ട് ആണോ, അതോ ബേസ്ഡ് ഓൺ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് വിത്തൗട്ട് സ്പെസിഫിക് ഔട്ട്കംസ്? അതായത് സ്പെസിഫിക് അപ്രോച്ചിൽ ഇന്റർവെൻഷൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പൊ സ്പെസിഫിക് അപ്രോച്ചിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യുക ആ ഒരു കമ്മ്യൂണിറ്റിയിൽ, എന്നിട്ട് സ്ട്രാറ്റജീസ് കൊണ്ടുവരിക. ആ ഒരു പെർട്ടിക്കുലർ പ്രശ്നം എന്താണ് നമ്മൾ മനസ്സിലാക്കിയത് അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി. സോ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ഇനി നമ്പർ 3, വിച്ച് ഫേസ് ഓഫ് ദ പ്രോസസ് അപ്രോച്ച് ഇൻവോൾവ്സ് ഇവാലുവേറ്റിംഗ് ദ ഔട്ട്കം ഓഫ് ആൻ ഇന്റർവെൻഷൻ? ഓക്കെ, ഈസി ആണല്ലേ. അപ്പോൾ നമുക്ക് പ്രോസസ് അപ്രോച്ചില് ഏത് ഫേസിലാണ് അതിന്റെ ഔട്ട്കം ഇവാലുവേറ്റ് ചെയ്യുന്നത്? ഈസിയാണ്, ഇവാലുവേഷൻ തന്നെയാണ്. ഇവാലുവേഷൻ നമുക്കറിയാം, അതിനെ നമ്മളൊന്ന് വിലയിരുത്തുന്നു, പഠിക്കുന്നു എന്നുള്ളത് അല്ലേ. ഓക്കെ, അടുത്തത് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്ക് എലിമെന്റ്സും അതിന്റെ അപ്രോച്ചും ഉണ്ട്. അപ്പൊ എലിമെന്റ്സ് എന്തൊക്കെയാണ് ഇവിടെ? ലോങ് ടേം ഫോക്കസ്, ടൈലേർഡ് സ്ട്രാറ്റജീസ്, കോംപ്രിഹെൻസീവ് പ്ലാനിങ്, ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഇതിലേതാണ് ഏത് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ കണക്ട് ആയി കിടക്കുക? അപ്പൊ നമ്മൾ ആദ്യത്തെ നോക്കിയേ, ലോങ് ടേം ഫോക്കസ്. ലോങ് ടേം ഫോക്കസ് ഏതിനാ വരുന്നത്? ജനറൽ അപ്രോച്ചിനല്ലേ. ഒന്ന് സിയിലേക്ക് പോകും. ആൻഡ് ആ ഒരു രണ്ടാമത്തത് ടൈലേർഡ് സ്ട്രാറ്റജീസ്. ടൈലേർഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് സ്പെസിഫിക് അപ്രോച്ചിനാണല്ലേ. ഇനി മൂന്നാമത്തത് കോംപ്രിഹെൻസീവ് പ്ലാനിങ് എന്ന് പറയുന്നത് എവിടെ പോകുന്നു? വീണ്ടും കോംപ്രിഹെൻസീവ് പ്ലാനിങ് വരുന്നത് ജനറൽ അപ്രോച്ചിലേക്ക് തന്നെയാണ്. ആൻഡ് ഇംപ്ലിമെന്റേഷൻ പോകുന്നത് പ്രോസസ് അപ്രോച്ചിലേക്ക് അല്ലെ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ഇവിടെ ഒന്ന് മാച്ച് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നത്. സി, ഈ മാച്ചിങ് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ 2020 ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രതീക്ഷിച്ചോളൂ. ആൻഡ് ഇത്തവണത്തെ സിലബസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് അങ്ങനെ മാച്ചിങ് ഇൻഫർമേഷൻ ആയിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇനി ഇതൊരു ആപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ സിനാരിയോ ഇതാണ്. A community faces high levels of unemployment and poor access to health care. അപ്പോൾ അവരുടെ അൺഎംപ്ലോയ്മെന്റ് ലെവൽ ഹൈ ആണ് ആൻഡ് ഹെൽത്ത് കെയർ അവർക്ക്, അതായത് ഗവൺമെന്റ് കൊടുക്കുന്ന ജനറൽ ഹെൽത്ത് കെയർ ഹോസ്പിറ്റൽസ് അവർക്കില്ല അല്ലെങ്കിൽ വളരെ പൂർ ആണ് എന്നുള്ളത്. According to Murray G. Ross's general approach, which of the following strategies would be most appropriate? അപ്പം മുറേ റോസിന്റെ ആ ഒരു ജനറൽ അപ്രോച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എന്ത് സ്ട്രാറ്റജി എടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും നല്ലത്. ഓപ്ഷൻ എ, ഡെവലപ്പിംഗ് എ ജോബ് ട്രെയിനിങ് പ്രോഗ്രാം സ്പെസിഫിക്കലി ഫോർ അൺഎംപ്ലോയിഡ് യൂത്ത്. അതാണോ? അപ്പൊ ഇവിടെ ഒന്ന് എന്താ പറയേണ്ടത്?
അൺഎംപ്ലോയ്മെന്റും ഉണ്ട്, ഹെൽത്ത് കെയറും പുവറാണ്. ഇവിടെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ഈ രണ്ട് കാര്യത്തില് ഏതാണ് പ്രാധാന്യം ഏതിനാണ്? ഓപ്ഷൻ ബി, ലോഞ്ചിങ് എ പബ്ലിക് എഡ്യൂക്കേഷൻ ക്യാമ്പയിൻ ടു അഡ്രസ് വേരിയസ് സോഷ്യൽ ഇഷ്യൂസ്. ഒരു പബ്ലിക് അവയർനെസ് ക്യാമ്പയിൻ ഇവിടെ കൊണ്ടുവരും. ഓപ്ഷൻ സി, ഇംപ്ലിമെന്റിങ് എ ഹെൽത്ത് ക്ലിനിക് ഫോർ എ സ്പെസിഫിക് നെയ്ബർഹുഡ്. ആ ഒരു സ്ഥലത്തേക്ക് ഒരു ഹെൽത്ത് ക്ലിനിക്ക് കൊണ്ടുവരും. അതോ ഓപ്ഷൻ ഡി, ക്രിയേറ്റിംഗ് എ ബ്രോഡ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഇനിഷ്യേറ്റീവ് that includes job training, healthcare access and policy advocacy. ഇവിടെ നമുക്ക് വേണ്ടത് ഓപ്ഷൻ ഡി ആണല്ലേ. കാരണം ജനറൽ അപ്രോച്ച് എന്ന് പറയുമ്പോഴത്തേക്ക് ഓൾറെഡി നമുക്കറിയാം മൾട്ടിപ്പിൾ ഇഷ്യൂസ് അവിടെ തരണം ചെയ്യും. ഇനി നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ ഇവിടെ നമുക്ക് ക്ലിനിക് അല്ലേ പെട്ടെന്ന് വേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ അത് ജനറൽ അപ്രോച്ച് അല്ല, സ്പെസിഫിക് അപ്രോച്ചായി മാറും. മനസ്സിലായോ? ഓക്കെ, so D is the correct answer for us. Number 6. In Murray Ross's framework, which approach is most likely to involve the collaboration of various stakeholders, including government agencies and community members? അപ്പോൾ സ്പെസിഫിക് അപ്രോച്ച് ആണോ, പ്രോസസ് അപ്രോച്ച് ആണോ, ജനറൽ അപ്രോച്ച് ആണോ, ഓർ ഇസ് ഇറ്റ് നൺ ഓഫ് ദി അബവ്? ഏതിനകത്താണ് പല സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരാൻ സാധ്യതയുള്ളത്? ജനറൽ അപ്രോച്ച് അല്ലേ. ജനറൽ അപ്രോച്ചിലാണ് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് വരാനുള്ള ആ ഒരു സാധ്യത. അടുത്തത് നമുക്കൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഒരു കറക്റ്റ് സീക്വൻസ് വേണം നമുക്ക് ആ ഒരു പ്രോസസ് അപ്രോച്ചിന്. അപ്പൊ സീക്വൻസിന്റെ നമ്പറിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ആൻഡ് എന്തൊക്കെയാണ് പ്രോസസ് അപ്രോച്ചിന്റെ സ്റ്റേജസ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇംപ്ലിമെന്റേഷൻ, പ്ലാനിങ്, ഇവാലുവേഷൻ, ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ്. എങ്ങനെയാണ്? ആദ്യം ഏതാ വരണ്ടേ? ഇംപ്ലിമെന്റേഷൻ ഏത് സ്റ്റേജ് ആണ്? അല്ലെങ്കിൽ ഇവിടുത്തെ ഫസ്റ്റ് സ്റ്റേജ് ഏതാണ്? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇവിടെ എയിൽ കിടക്കുന്നത് ഏതാ? എയിൽ കിടക്കുന്നത് ഫസ്റ്റ് ആണ്. വാട്ട് ഇസ് ദ ഫസ്റ്റ് സ്റ്റേജ്? ഇംപ്ലിമെന്റേഷൻ ആണോ, പ്ലാനിങ് ആണോ, ഇവാലുവേഷൻ ആണോ? അപ്പോ എന്താ പറയണ്ടേ? ഒരു കറക്ഷൻ അസസ്മെന്റ് അല്ലേ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്? അസസ്മെന്റ് ശരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടോ? അസസ്മെന്റ് കൊടുത്തിട്ടില്ല. അപ്പൊ പ്ലാനിങ് എന്ന് പറയുന്നത് ഏതാണ്? പ്ലാനിങ് എന്ന് പറയുന്നതാണ് അടുത്ത ഒരു സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് തേർഡ് സ്റ്റേജ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ തന്നെയാണ് അതിന്റെ തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലേ. ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്താണ്? ഇംപ്ലിമെന്റേഷൻ ഇവിടെ കിടക്കുന്നത് ഇതല്ല, ഒന്ന് അയച്ചു കളയാം നമുക്ക്. അപ്പോ ഒന്നും കൂടെ നോക്കാം. അപ്പോ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അസസ്മെന്റ് ഇവിടെ കൊടുത്തിട്ടില്ല അല്ലേ. അടുത്തത് പിന്നെ ഇവിടെ വരേണ്ടത് എന്താ? സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്ന പ്ലാനിങ് ആണ്. സോ പ്ലാനിങ് ആണ് ഇവിടത്തെ എന്താ പറയേണ്ടത്? സെക്കൻഡ് സ്റ്റേജ്. ആൻഡ് നമ്മള് ശരിക്കും നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജ് ഇവിടെ എന്താ പറയേണ്ടത്? ഒരു അസസ്മെന്റ് കൊടുക്കാത്ത അസസ്മെന്റിനെ നമ്മളങ്ങ് മാറ്റി വെച്ചിട്ട് പിന്നത്തെ ഫസ്റ്റ് നമ്മൾ നോക്കിയാൽ മതി. ലെറ്റ് മി ജസ്റ്റ് സ്റ്റാർട്ട് ദിസ് വൺസ് അഗൈൻ. ഇല്ലെങ്കിൽ 4 ഓപ്ഷൻസിൽ ഞാൻ അവിടെ വെച്ചിട്ടുള്ളൂ, നമുക്കത് എത്തിക്കാൻ പറ്റാതെയായിട്ട് വരും. അപ്പൊ അങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് പ്ലാനിങ്, അസസ്മെന്റ് കഴിഞ്ഞിട്ട് പിന്നെ വരേണ്ടത് പ്ലാനിങ് ആണ്. സോ പ്ലാനിങ് ഇവിടെ വരുന്നത്. ആൻഡ് അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് ഇംപ്ലിമെന്റേഷൻ ആണ്. ഇംപ്ലിമെന്റേഷൻ അത് കഴിഞ്ഞു വരും. അതിനുശേഷം പിന്നെ നമുക്ക് വരുന്നത് ഇവാലുവേഷൻ ആണ്. ഇവാലുവേഷൻ അത് കഴിഞ്ഞു വരും. പിന്നെ നമുക്ക് വരുന്നത് ടെർമിനേഷൻ ആൻഡ് ഫോളോ. ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിനെ കണക്കാക്കേണ്ടത്. അല്ല കറക്റ്റ് അതിന്റെ കണക്ക് നോക്കുവാണെന്നുണ്ടെങ്കിൽ അസസ്മെന്റ് ഫസ്റ്റ് ആണ്, പ്ലാനിങ് സെക്കൻഡ് ആണ്, ഇംപ്ലിമെന്റേഷൻ തേർഡ് ആണ്, ഇവാലുവേഷൻ ഫോർത്ത് ആണ്, ടെർമിനേഷൻ ആൻഡ് ഫോളോ അപ്പ് ഫിഫ്ത്ത് സ്റ്റേജ് ആണ് അല്ലെ. പക്ഷെ ഫസ്റ്റ് സ്റ്റേജ് ഇതിൽ നിന്ന് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബാക്കിയുള്ള ആ ഒരു സീക്വൻസിനെ നമ്മൾ ഇവിടെ നോക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 8. According to the specific approach, what is the primary determinant of the success of an intervention? ആ ഒരു സ്പെസിഫിക് അപ്രോച്ച് പ്രകാരം നമ്മൾ എന്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, അതാണ് പ്രൈമറി ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത്. എന്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ആ ഒരു ഇന്റർവെൻഷൻ സക്സസ്ഫുൾ ആയിരുന്നു അല്ലയോ എന്ന് നമ്മൾ നിർണ്ണയിക്കുന്നത്? ഒന്ന്, ലെവൽ ഓഫ് കമ്മ്യൂണിറ്റി എൻഗേജ്മെന്റ് ആണോ, എബിലിറ്റി ടു അഡ്രസ് മൾട്ടിപ്പിൾ ഇഷ്യൂസ് സൈമൾട്ടേനിയസ്ലി എന്നുള്ളതാണോ, അതോ അച്ചീവ്മെന്റ് ഓഫ് ക്ലിയർ
മെഷറബിൾ ഔട്ട്കംസ് ഫോർ ദ സ്പെസിഫിക് ഇഷ്യൂ എന്നുള്ളതാണോ അതോ ആ ഡ്യൂറേഷൻ ഓഫ് ദ ഇന്റർവെൻഷൻ ആണോ? വെൽ, ഓപ്ഷൻ സി, യു ആർ റൈറ്റ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. നമ്പർ 9, ഇതൊരു അസേർഷൻ ആൻഡ് റീസണിങ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മുടെ അസേർഷൻ ഇതാ. Assertion, the general approach focuses exclusively on economic issues within a community. അപ്പൊ ജനറൽ അപ്രോച്ച് എന്ന് പറയുന്ന എക്കണോമിക് ഇഷ്യൂസ് മാത്രമാണോ ഫോക്കസ് ചെയ്യുന്നത്? അപ്പോ എന്താ പറയേണ്ടത്? നമ്മുടെ അസേർഷൻ എന്താണ്? ശരിയാണോ തെറ്റാണോ? റീസൺ നോക്ക്. ഇറ്റ് അഡ്രസ്സസ്, അപ്പൊ ഇവിടെ വീണ്ടും ജനറൽ അപ്രോച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ഇറ്റ് അഡ്രസ്സസ് ഓൺലി വൺ ആസ്പെക്ട് ഓഫ് എ കമ്മ്യൂണിറ്റി വെൽബീയിങ്. ജനറൽ അപ്രോച്ച് ഒരു ആസ്പെക്ട് മാത്രമാണോ നോക്കുന്നത്? അല്ല. അപ്പോ എന്താ പറയേണ്ടത്? ഓപ്ഷൻ ബി ആണല്ലേ. ഓപ്ഷൻ ഡി ആണ്. അസേർഷനും റീസണും ഇവിടെ ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമ്പർ 10. വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് ദ പ്രോസസ് അപ്രോച്ച് ഫ്രം ദ സ്പെസിഫിക് ആൻഡ് ജനറൽ അപ്രോച്ചസ് ഇൻ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ? നിങ്ങളിപ്പോൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും, എന്നാൽ ഈ 3 അപ്രോച്ചും തങ്ങളിലുള്ള വ്യത്യാസം എന്താണ് എന്നുള്ള. അപ്പൊ അത് ഇവിടെ ഒരു ചോദ്യത്തിന്റെ രൂപത്തിലുണ്ട്. ഇറ്റ് ഫോക്കസസ് ഓൺ സിംഗിൾ ഇഷ്യൂ, സിംഗിൾ ഇഷ്യൂവിൽ ഫോക്കസ് ഉണ്ട് എന്നുള്ളതാണോ അതോ ഇറ്റ് എംഫസൈസസ് ഓൺ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് മെത്തഡോളജി എന്നുള്ളതാണോ? അപ്പോ വാട്ട് ഡിസ്റ്റിംഗ്വിഷസ് പ്രോസസ് അപ്രോച്ചിനെ സ്പെസിഫിക് അപ്രോച്ചും ജനറൽ അപ്രോച്ചിൽ നിന്ന് വ്യത്യാസമാക്കുന്നത് എന്താണ്? ഈ 3 തമ്മിലുള്ള വ്യത്യാസമല്ല നോക്കട്ടെ. സ്പെസിഫിക്കും ജനറലിനെയും പ്രോസസ് അപ്രോച്ചിനെ അല്ലെങ്കിൽ പ്രോസസ് അപ്രോച്ചിനെ മറ്റ് 2 അപ്രോച്ചിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? അപ്പോ ഇറ്റ്സ് റിലയൻസ് ഓൺ ബ്രോഡ് സ്ട്രാറ്റജീസ് ആൻഡ് ഫൈനലി ഇറ്റ്സ് എക്സ്ക്ലൂഷൻ ഓഫ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ശരിക്കും പറഞ്ഞാൽ പ്രോസസ് അപ്രോച്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സിസ്റ്റമാറ്റിക് മെത്തഡോളജിയാണ്. അതാണ് അതിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് മറ്റ് 2 ഘടകങ്ങളിൽ നിന്നും. അപ്പൊ ഇത്രയും അധികം പ്ലാനിങ് എന്താ പറയേണ്ടത്? പ്രത്യേകിച്ച് നമ്മുടെ സ്പെസിഫിക് അപ്രോച്ചിന് വേണ്ട. കാരണം പെട്ടെന്ന് നമുക്കൊരു സംഗതി വേണം, ഒരു റിസൾട്ട് വേണം. ഒരുപക്ഷെ ജനറൽ അപ്രോച്ചിൽ ഒരുപാടധികം കാര്യങ്ങളുണ്ട്. അപ്പൊ കുറെ കൂടെ എലാബറേറ്റ് ആയിട്ടുള്ള പ്ലാനിങ് ചിലപ്പോൾ അവിടെ വേണ്ടിയതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള 5 സ്റ്റെപ്സ്, സ്റ്റേജസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ആ ഒരു അപ്രോച്ചിന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ അപ്രോച്ചസിലും നോക്കിയാൽ അതിന്റെ കീ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്നുള്ള നിലയിലാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്തത്. അതിനെ സ്റ്റെപ്സ് ആയിട്ടല്ല കാണേണ്ടത്. ആ വ്യത്യാസം പറഞ്ഞത് മനസ്സിലായോ? സ്പെസിഫിക് അപ്രോച്ചിനകത്ത് ഇവിടെ നമ്മൾ ഈ പ്രോസസ് അപ്രോച്ചിനകത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കീ സ്റ്റേജസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. എന്നാൽ സ്പെസിഫിക് അപ്രോച്ചിന്റെ പ്രധാന ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്, സ്റ്റേജസ് അല്ല. കാരണം അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ഡിവൈഡ് ചെയ്തിട്ടില്ല. മറ്റൊന്ന് ജനറൽ അപ്രോച്ച്, അതിന്റെ കീ എലിമെന്റ്സ് ജസ്റ്റ് ലൈക്ക് എന്താ പറയേണ്ടത് മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പോലെ ഇവിടെയും അതിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തേക്കുന്നത്. എന്നാൽ ഇവിടെ സ്റ്റേജസ് ആണ്. ഓരോ സ്റ്റേജും അടുത്ത സ്റ്റേജിന്റെ അടിസ്ഥാനമായി വരുന്ന തരത്തിലുള്ള സ്റ്റേജസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഓൾറൈറ്റ്, അപ്പോ ഇത് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ. ആൻഡ് ഇതിന്റെ കംപ്ലീറ്റ് നോട്ട്സ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ, ആ ഗ്രൂപ്പ് ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ലഭിക്കും. So thank you very much for watching this video and wish you a great day ahead and all the best for your exam. Thank you very much.